ഹായ് ഗൈസ്, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം മുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉള്ളി പൊരിച്ചെടുക്കാനുണ്ട്. ഉള്ളിയാണ്. പിന്നെ നമുക്ക് മുന്തിരി വേണം. പോട്ടിൽ വെള്ളം തിളപ്പിച്ചിട്ടിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ടിട്ട് റൈസ് ഇട്ടിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ചിക്കൻ ഇട്ടിട്ട് കഴുകിയിട്ട് നമുക്ക് മസാല തേച്ച് വെക്കാം. അരി വെന്തിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. ഊറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ നമുക്ക് വലിയ പോട്ടൊക്കെ ഇട്ടിട്ട് അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് ഇത് ഉള്ളി പൊരിച്ചതാണ്. ഇത് തക്കാളി, മറ്റേ കറിവേപ്പിൻ്റെ ഇല, പിന്നെ ചപ്പും പൊടിയും. എന്നിട്ട് നമ്മൾ ഇത് ആക്കിയതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇളക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് തക്കാളി ഇടുക. എന്നിട്ട് ചിക്കൻ പൊരിച്ചത് അതിലേക്ക് ചേർത്തിട്ട് അത് ഇളക്കി വേവിച്ചതിന് ശേഷം ചപ്പും പൊതിനയും അതിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇളക്കി യോജിക്കുക. എല്ലാ ചപ്പും പൊടിയും നമ്മൾ മുറിച്ചിട്ടതാണ് കേട്ടോ അതിലേക്ക് ചേർക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി ഇല്ലേ, അതും ചേർക്കുക കേട്ടോ എരിവിനനുസരിച്ച്. പിന്നെ ലെമൺ ജ്യൂസാണത്. പിന്നെ ചോറ് വെന്തത് അതിലേക്ക് ദമ്മിടാം. അതിലേക്ക് റൈസ് ഇട്ടതിന് ശേഷം മസാലയ്ക്ക് റൈസ് ഇടാം. നമുക്ക് ഓരോ ലെയറായിട്ടാണ് കേട്ടോ ഇടണേ. എന്നിട്ട് ഫസ്റ്റത്തെ ലെയറിൽ ലെമൺ ജ്യൂസ് ഇല്ലാതെ ഒഴിക്കുക. 2 ടേബിൾ സ്പൂണാണ്. പിന്നെ ഇത് നമ്മൾ RKG ഇല്ലേ, അതിൻ്റെ നെയ്യും ഇടുക. എന്നിട്ട് ഗരം മസാല പൊടിയില്ലേ, അതിൻ്റെ മേലെ കുറച്ച് ഇടുക. എന്നിട്ട് ഉള്ളി പൊരിച്ച് വെച്ചതില്ലേ, അതും ചേർക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ലെയർ റൈസും ഇട്ടിട്ട് അത് നല്ലതുപോലെ ആക്കുക. ഞങ്ങൾ പ്ലേറ്റിലേക്ക് തട്ടിയപ്പോൾ ഒരു ഇതുപോലെ ഞങ്ങൾക്ക് ചീര വരുന്നത്. പിന്നെ അതിൻ്റെ മേലെ ഞങ്ങൾക്ക് ലെമൺ ജ്യൂസ് ഇല്ലേ, അതും ഇട്ടിട്ട് പിന്നെ നെയ്യ്, RKG നെയ്യില്ലേ, അതും ചേർക്കുക. ആ ചേർത്തതിൻ്റെ ശേഷം ഗരം മസാല പൊടിയും ഇടുക. എന്നിട്ട് നമുക്ക് ഉള്ളി പൊരിച്ചത് എല്ലാതും ചേർക്കുക. എന്നിട്ട് അത് തീമത്ത് വെച്ച് ചൂടാക്കുക. ഞങ്ങളിപ്പോൾ ചൂടാക്കി ദമ്മ് തുറന്നു കേട്ടോ, ഇതാക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇളക്കി എല്ലാവർക്കും ആക്കി കൊടുക്കാം കേട്ടോ. ഞങ്ങൾ എല്ലാവർക്കും ആക്കി ഇട്ടോ. നല്ല ടേസ്റ്റിൻ്റെ ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. അപ്പം ശരി, ടാറ്റാ.